ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BAMS എക്സാം ADCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നസ്യമാണ്. ഫൈനൽ ഇയർ പഞ്ചകർമ്മ സിലബസിൽ വരുന്ന ടോപ്പിക്കാണിത്. കൂടാതെ ഫസ്റ്റ് ഇയറിലും തേർഡ് ഇയറിലും ഇത് പഠിക്കാനുണ്ട്. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഫൈനൽ ഇയറിലാണ്. നമുക്കിതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. മോഡ് ഓഫ് ആക്ഷൻ ഓഫ് നസ്യ ഓർ നസ്യ കാർമുകത, അവപീഡ നസ്യ, ക്ലാസിഫിക്കേഷൻ ഓഫ് നസ്യ, നസ്യകാല, indications, contraindications of nasya, indications, contraindications and benefits of Pratimarsha nasya, difference between marsha and Pratimarsha nasya. Anutaila, Prathamana or Mabana nasya, Padhya and Abadhya during nasya, procedure of marsha nasya, merits of nasya, Dhuma nasya types, Dhumavarti, complications of nasya, merits of Dhumavana. സിലബസിൽ ഏകദേശം എല്ലാ പോയിൻറ്റ്സും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യണം. യൂഷ്വലി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് 5 മാർക്സിനും 3 മാർക്സിനുമാണ്. essay ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. റെഫറൻസ്: അഷ്ടാംഗ ഹൃദയം സൂത്രസ്ഥാനം 20th ചാപ്റ്റർ, അഷ്ടാംഗ സംഗ്രഹം സൂത്രസ്ഥാനം 29th ചാപ്റ്റർ, ചരകം സിദ്ധിസ്ഥാനം 9th ചാപ്റ്റർ, സുശ്രുതം ചികിത്സാസ്ഥാനം 14th ചാപ്റ്റർ, ശാങ്കതിര സംഹിത ഉത്തരസ്ഥാനം 8th ചാപ്റ്റർ, കാശ്യപ സംഹിത സിദ്ധിസ്ഥാനം 2nd ചാപ്റ്റർ. ഇനി ഇതിൻ്റെ എറ്റിമോളജി നോക്കാം. ദ വേർഡ് നസ്യ derived from nas dhatu which conveys the sense of gati or motion, nasa gato. In Ayurvedic text, nasa dhatu used in the sense of nose, nasa nasikaya. According to Vajaspati, Nasikaye hidam tatra bhavo vayat nasadesha. The literal meaning of the word nasya is being in the nose or the things beneficial to nose. Nasya എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് നസ് എന്ന ധാതുവിൽ നിന്നാണ്, which conveys the sense of gati or motion. എന്നാൽ ആയുർവേദിക് കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ നാസാധാതു യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് നോസ്. വാചസ്പതി പറഞ്ഞിരിക്കുന്നത് നാസികായേ ഹിതം തത്ര ഭവോവായത് നാസാദേശ എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? മൂക്കിന് ഹിതമായിട്ടുള്ള എന്തോ ഒന്ന്, അത് നമ്മൾ പ്രയോഗിക്കുന്നത് മൂക്ക് വഴിയാണ്. അതാണ് നസ്യം എന്നാണ് വാചസ്പതി പറഞ്ഞിരിക്കുന്നത്. ലിറ്ററൽ മീനിങ് ഓഫ് ദ വേർഡ് നസ്യ is being in the nose or the things beneficial to nose. അടുത്തതായി ഡെഫിനിഷൻ: നാസായാം പ്രണീയമാന ഔഷധം നസ്യം, നാവനം നസ്ത കർമ്മേതി ച സജ്ഞാ ലഭതേ. മൂക്കിലൂടെ പ്രയോഗിക്കുന്ന ഔഷധമാണ് നസ്യം എന്നത്. നാവനവും നസ്ത എന്നത് അതിൻ്റെ സിനോണിംസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ ത്രൂ നാസൽ റൂട്ട്, സിനോണിംസ് നാവന ആൻഡ് നസ്ത. സുശ്രുതാചാര്യം പറഞ്ഞിരിക്കുന്നത് ഔഷധം ഔഷധസിദ്ധം സ്നേഹോവ നാസികാഭ്യാം ദീയതേ ഇതി നസ്യം എന്നാണ്. ഔഷധദ്രവ്യം മാത്രമായിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയ സ്നേഹദ്രവ്യമോ മൂക്കിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് നസ്യം എന്നാണ് സുശ്രുതാചാര്യം പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ ഓർ മെഡിക്കേറ്റഡ് ഓയിൽ ത്രൂ നോസ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഊർധ്വജതൃ വികാരേഷു വിശേഷ നസ്യമിഷ്യതേ, നാസാഹി ശിരസോ ദ്വാരം തേന തത് വ്യാപ്യ ഹന്തിതാൻ. മെയിൻ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസോ ഊർധ്വാംഗ. എന്ന് വെച്ചാൽ ക്ലാവിക്കിളിന് മുകളിലുള്ള ഏരിയയാണ് ഊർധ്വാംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഏരിയയിൽ വരുന്ന ഡിസീസുകൾക്കുള്ള വിശേഷപ്പെട്ട ചികിത്സാ രീതിയാണ് നസ്യം എന്നത്. Medicines administered through nose spread through shiras and helps in the evacuation of doshas. അപ്പോൾ നമ്മൾ ഈ മൂക്കിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഔഷധം ഹെഡിൽ സ്പ്രെഡായി എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ദോഷങ്ങളെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. അതർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻ ഇൻ അൺകോൺഷ്യസ് പേഷ്യൻസ്. ദെൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആസ് എ പാർട്ട് ഓഫ് ദിനചര്യ. Rapid drug absorption via highly vascularized mucosa, avoiding GI tract and first pass metabolism, improved bioavailability, lower side effects.
അപ്പോൾ പ്രധാനപ്പെട്ട ശോധന രീതികളാണ് വമനവും വിരേചനവുമൊക്കെ. അതിന് വേണ്ട മെഡിസിൻസ് നമ്മൾ ഓറലിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതിന് പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കണം. അടുത്ത പോയിന്റ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആസ് എ പാർട്ട് ഓഫ് ദിനചര്യ എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ COVID-19 പ്രതിരോധത്തിനായിട്ട് നസ്യം ചെയ്യാൻ പറയുന്നുണ്ട് ആയുഷ് പ്രോട്ടോകോൾ അനുസരിച്ച്. അപ്പോൾ അവിടെ പ്രതിവർഷ നസ്യമാണ് ചെയ്യാൻ പറയുന്നത്. മൂക്കിലെ മ്യൂക്കോസ വളരെയധികം വാസ്കുലറൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ റാപ്പിഡായിട്ടുള്ള ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ നടക്കാൻ സഹായിക്കും. കൂടാതെ GI ട്രാക്റ്റിലൂടെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഔഷധം കൊടുത്താൽ അത് ദഹിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ വരിക. അതുകൊണ്ട് തന്നെ ഒരു ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും. എന്നാൽ മൂക്കിലൂടെ കൊടുക്കുമ്പോൾ ഒരു ഡ്രഗിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ സൈഡ് എഫക്റ്റ് വളരെയധികം കുറവാണ്. ഇനി ക്ലാസിഫിക്കേഷൻ. ഡിഫറെൻ്റ് ആചാര്യാസ് ഡിഫറെൻ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വാഗ്ഭടൻ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: വിരേചനം, ബ്രഹ്മണം, ശമനം. ചരകൻ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: നാവനം, അവപീഠം, മാപനം, ധൂമം. നാവനത്തിനെ സ്നേഹനം, ശോധനം എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവപീഠത്തിനെ ശോധനവും സ്തംഭകവും എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ധൂമനസ്യത്തെ പ്രായോഗികവും സ്നേഹികവും വൈരേചനികവും എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തതായി സുശ്രുതൻ്റെ ക്ലാസിഫിക്കേഷൻസ്. 2 ക്ലാസിഫിക്കേഷൻ: ശിരോവിരേചനം, സ്നേഹനം. കശ്യപൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബ്രഹ്മണവും കർഷണവും. മറ്റൊരു ക്ലാസിഫിക്കേഷൻ ശോധനം, പൂരണം. ശാങ്കധരൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: രേചനവും സ്നേഹനവും. ഭോജ പ്രായോഗികം, സ്നേഹികം. വിദേഹൻ സംജ്ഞാപ്രബോധകം, സ്തംഭനം. ഇനി ഡോസേജിൻ്റെ ബേസിൽ മർശവും പ്രതിമർശവും. നസ്യ കാർമുകത അല്ലെങ്കിൽ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് നസ്യ. ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാസാഹി ശിരസോ ദ്വാരം തത്ര അവസേചിതം ഔഷധം സ്രോതഃ ശൃംഗാടകം പ്രാപ്യ വ്യാപ്യ മൂർധാന നേത്രശ്രോത്രകണ്ഠാദി ശിരാമുഖാനി ച മുഞ്ചാത് ഇഷികാം ഇവാസക്താം ഊർധ്വജത്രുഗത വൈകാരികം അശേഷാൻ ആശുദോഷസംഹതിം ഉത്തമാംഗം ഗത അപകർഷതി. അപ്പോൾ നാസാഹി ശിരസോ ദ്വാരം, മൂക്കാണ് ശിരസിൻ്റെ ദ്വാരം. തത്ര അവസേചിതം ഔഷധം സ്രോതഃ ശൃംഗാടകം പ്രാപ്യ വ്യാപ്യ മൂർധാന. അതിലൂടെ നമ്മൾ പ്രയോഗിക്കുന്ന ഔഷധം ശൃംഗാടകം എന്ന സ്രോതസ് വഴി എന്ത് ചെയ്യുന്നു? ശൃംഗാടകം എന്ന സ്രോതസ്സിനെ പ്രാപിച്ചിട്ട് ശിരസിൽ വ്യാപിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നേത്ര ശ്രോത കണ്ഠാദി ശിരാമുഖാനി, ശിരസിൽ വ്യാപിച്ചിട്ട് നേത്രം, ശ്രോത്രം, കണ്ഠം മുതലായ ശിരാമുഖങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? കടന്നു ചെന്നിട്ട് മുഞ്ചാത് ഇഷികാം ഇവാസക്താം. എന്താണ് ഇത്? ഒരു പെയിൻറ് ബ്രഷ് എങ്ങനെയാണോ അതിൻ്റെ ബ്രിസ്റ്റിൽസിൽ പെയിൻറ് അബ്സോർബ് ചെയ്യുന്നത്, അതുപോലെ എന്ത് ചെയ്യും? ഊർധ്വചത്രുഗത വൈകാരികം അശേഷാൻ ആശുദോഷ സംഹതി ഉത്തമാംഗം ഗത അപകർഷതി. അത് ഊർധ്വചത്രുവിലുള്ള എല്ലാ ദോഷങ്ങളെയും എന്ത് ചെയ്യുന്നു? ഇത് പുറത്ത് കളയുന്നു. നസ്യദ്രവ്യ അഡ്മിനിസ്റ്റേർഡ് ത്രൂ നോസ് റീച്ചസ് ശൃംഗാടക മർമ്മ സ്പ്രെഡ്സ് ടു ശിരാസ് ഓഫ് നേത്ര, ശ്രോത്ര, കണ്ഠ എക്സെട്ര ഓഫ് ഹെഡ്. എലിമിനേറ്റ് ദോഷാസ് ഫ്രം എബോവ് പാർട്സ് ലൈക്ക് എ പെയിൻറ് ബ്രഷ് വിച്ച് അബ്സോർബ്സ് കളേഴ്സ് ത്രൂ ഇറ്റ്സ് ബ്രിസ്റ്റൽസ്. അപ്പോൾ ഇത് ഒരു ലാറ്ററൽ വ്യൂ ആണ് നമ്മുടെ നോസിൻ്റെ അനാട്ടമിയുടെ. ഇതിൽ ആ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള കാണിച്ചിരിക്കുന്നത് ഓൾഫാക്ടറി നെർവിൻ്റെ ബ്രാഞ്ചസ് ആണ്. ദെൻ അതിന് മുകളിലായിട്ട് എത്തുമോയിഡ് ബോണിൻ്റെ ക്രിബ്രിഫോം പ്ലേറ്റ്സ് ആണ്. ദെൻ അത് ഡയറക്റ്റായിട്ടും അതിന് ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ കാണിക്കാനാണ് ഈ ഒരു ഇമേജ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഇമേജിൽ
ആ ഒരു റൗണ്ട് പോർഷൻ, ഗ്രീനായിട്ടുള്ള റൗണ്ട് പോർഷൻ ശൃംഗാരക മർമ്മത്തിൻ്റെ ലൊക്കേഷനാണ്. ഈ ഒരു ലൊക്കേഷൻ അനാട്ടമിക്കൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹിന്ദു കമൻട്രിയിൽ എന്താണ് ഈ ഒരു ശൃംഗാരക മർമ്മത്തിൻ്റെ ലൊക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ശിരസോ അന്തർമധ്യം മൂർധാനാം എന്നാണ്. ഈ ഒരു സൈറ്റ് എന്നത് നമ്മൾ അനാട്ടമിക്കലി മിഡിൽ സെഫാലിക് ഫോസയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു മിഡിൽ സെഫാലിക് ഫോസ എന്നത് എന്താണ് ആ ഒരു റീജിയണിന് കണക്ഷൻ ഉള്ള ഭാഗങ്ങൾ എത്തുമോയിഡ് ആൻഡ് സ്ഫീനോയിഡ് സൈനസ്, മെനിഞ്ചിയൽ വെസൽസ്, ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി, ക്രാനിയൽ നെർവ്സ്, 3rd, 4th, 5th, 6th ആൻഡ് ആൾസോ ഒപ്റ്റിക് നെർവ്. കൂടാതെ സ്ഫീനോയിഡ് സൈനസിലൂടെ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സ്ഫീനോയിഡ് സൈനസിൻ്റെ ഇൻഫീരിയർ ആയിട്ട് വരുന്നത് നാസോ ഫാരിങ്സും പോസ്റ്റീരിയർലി ബ്രെയിൻ സ്റ്റെമ്മുമാണ്. അപ്പോൾ വളരെ അനാട്ടമിക്കലി ഈ ഒരു ലൊക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ് ഓഫ് ആക്ഷനിൽ എന്താണ് ഈ ഒരു ശൃംഗാരക മർമ്മത്തിൽ എത്തിയതിന് ശേഷമാണ് മറ്റ് എന്താണ് സൈഡിലോട്ട് സ്പ്രെഡ് ആവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഡോസ് ഓഫ് നസ്യകർമ്മ ബിന്ദു പ്രമാണത്തിലാണ് ഇതിൻ്റെ ഡോസ് മെഷർ ചെയ്തിരിക്കുന്നത്. ബിന്ദു എന്നത് പ്രദേശിന്യ അങ്കുലി പർവ്വദ്വയം മഗ്ന സമുദ്രത യാവത് പദത്യസു ബിന്ദു. പ്രദേശിന്യ അങ്കുലി പർവ്വദ്വയാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ 2 ഫലാഞ്ചസ്, മഗ്ന സമുദ്രത യാവത് പദത്യസു ബിന്ദു. അത് നമ്മൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതൊന്നും ഇറ്റിറ്റ് വീഴുന്ന ആ തുള്ളികളില്ലേ, അതിനെയാണ് നമ്മൾ ഒരു ബിന്ദു എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് നസ്യ ആൻഡ് അതിൻ്റെ റെസ്പെക്റ്റീവ് ഡോസേജ് നോക്കാം. അവരമാത്ര മുതൽ ഉത്തമമാത്ര വരെ കൊടുത്തിട്ടുണ്ട്. ശമന നസ്യമാണെങ്കിൽ 8, 16, 32. ശോധന നസ്യമാണെങ്കിൽ 4, 6, 8. അതിൻ്റെ സെയിം ഡോസാണ് അവപീഡ നസ്യത്തിലും വരുന്നത്. ഇനി മർശനസ്യം 6, 8, 10. പ്രതിമർശ നസ്യം എല്ലാത്തിലും 2 ബിന്ദു. ദെൻ പ്രഥമന നസ്യമാണെങ്കിൽ 3 മുജുടിയാണ്. മുജുടി എന്ന യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പിഞ്ച്, നമ്മൾ ഒരു പിഞ്ച് എന്ന് പറയില്ലേ, ആ ഒരു യൂണിറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിനും തമ്പും അതിൻ്റെ ആ ഒരു ടിപ്പിൽ നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും, അതാണ് ഒരു മുജുടി എന്ന് പറയുന്നത്. ഇനി ഇൻഡിക്കേഷൻസ് ഓഫ് നസ്യ. അപ്പോൾ അഷ്ടാംഗ ഹൃദയത്തിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞു വിരേചനം, ബൃംഹണം, ശമനം എന്നാണ് 3 ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു അഷ്ടാംഗ ഹൃദയത്തിലെ ഇൻഡിക്കേഷൻസ് പഠിച്ചാൽ മതി. വിരേചനം ശിരശൂല ജാട്യ സെന്ത ഗളാമയെ ശോഭ ഗണ്ഡകൃമി ഗ്രന്ഥി കുഷ്ട അപസ്മാര പീനസെ. ശിരശൂലം എന്ന് വെച്ചാൽ ഹെഡേക്ക്, ശിരോജാള്യം എന്ന് വെച്ചാൽ ഡൾനെസ് ഓഫ് ഹെഡ്, ദെൻ സെന്ത കൺജങ്ക്റ്റിവൈറ്റിസ്, ഗളാമയം ഡിസീസസ് ഓഫ് ത്രോട്ട്, ശോഭം എഡിമ, ഗണ്ഡം ഗോയിറ്റർ, കൃമി വേംസ്, ഗ്രന്ഥി ബിനൈൻ ട്യൂമേഴ്സ്, കുഷ്ഠം സ്കിൻ ഡിസീസസ്, അപസ്മാരം എപ്പിലെപ്സി, പീനസം റൈനോറിയ. അടുത്ത് ബൃംഹണ നസ്യത്തിൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കാം. ബൃംഹണം വാതജേ ശൂലേ സൂര്യാവർത്തെ സുരക്ഷയെ നാസ അസ്യ ശോഷേ വാക്സംഗേ കൃത്രബോധേ അപബാഹുകെ. അപ്പോൾ വാതികേ ശൂല എന്ന് ഉദ്ദേശിക്കുന്നത് വാതിക ശിരശൂലമാണ്. സൂര്യാവർത്തം എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ശിരശൂലയാണ്. ദെൻ സ്വരക്ഷയം, ദെൻ ഡ്രൈനസ് ഓഫ് നോസ് ആൻഡ് മൗത്ത്, നാസ അസ്യ ശോഷേ, വാക്സംഗം ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ്, കൃച്ഛ്രബോധം ഡിഫിക്കൽറ്റി ഇൻ ഓപ്പണിംഗ് ലിഡ്സ്, അപബാഹുകം ഡിഫിക്കൽറ്റി ടു റൈസ് ദ ആംസ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്. അപ്പോൾ ഈ ഒരു അപബാഹുകേ ഹിതം നസ്യം എന്ന് അഷ്ടാംഗഹൃദയം ചികിത്സാസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് ഇപ്പം മനസ്സിലായില്ലേ.
മോഡ് ഓഫ് ആക്ഷനിൽ കണ്ഠ ആദി ശിരാമുഖാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ഠത്തിലുള്ള ദോഷത്തെയും നസ്യം പുറത്ത് കളയുന്നു എന്നതിനുള്ള ഒരു എവിഡൻസാണ്. ഇനി ഇൻഡിക്കേഷൻസ് ഓഫ് ശമന നസ്യ. ശമനം നീലിക വ്യംഗ കേശദോഷ അക്ഷിരാജിഷു. നീലിക എന്നത് ലോക്കലൈസ്ഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ്. വ്യംഗം എക്സ്റ്റെൻസീവ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഓൺ ഫേസ്. കേശദോഷം ഡിസീസസ് ഓഫ് ഹെയർ. അക്ഷിരാജി പാനസ്. പാനസ് എന്നത് ട്രക്കോമയുടെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാകുന്നതാണ്. കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് നസ്യ. യോജയെ നാതു നാവനം തോയ മധ്യ ഗര സ്നേഹ പീതാന പാതുമിച്ഛത ഭുക്ത ഭക്ത ശിരസ്നാദ സ്നാതുകാമ ശ്രുതാസൃജ നവപീനസ വേഗാർത്ഥ സൂതിക ശ്വാസകാസിന ശുദ്ധാനം ദത്തവസ്തീന തഥാ അനാർത്തവ ദുർദിനെ അന്യത്ര അത്യേകാൻ വ്യാധേ. അപ്പോൾ നസ്യം ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻസ്: ഹു ജസ്റ്റ് കൺസ്യൂംഡ് വാട്ടർ, മദ്യ, ഗര, സ്നേഹ ഓർ വിഷ്ട് ടു കൺസ്യൂം ദീസ് സൂൺ തോയ മദ്യ ഗര സ്നേഹ പീതാനം പാതുമിച്ഛത. അടുത്തതായി ഹു ഹാവ് ടേക്കൺ ഫുഡ്, ഭുക്ത ഭക്ത. അടുത്തതായി ഹു ഹാവ് ടേക്കൺ ബാത്ത് ആൻഡ് ഹു ഡിസൈഡ് ടു ടേക്ക് ബാത്ത്, ശിരസ്നാദ സ്നാതുകാമ. അടുത്തതായിട്ട് ഹു ഹാഡ് ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി, ശ്രുത അസൃജ. നവപീനസ. ഓക്കെ, നമ്മൾ പീനസത്തിൽ നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ അത് എന്താണ്, നവപീനസത്തിൽ ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി പാറ്റൻ്റ് നാച്ചുറൽ അർജസ്, വേഗാർത്ഥ. അടുത്ത സൂതിക, വിമൻ ഇൻ പർപ്യൂരിയം. ഇനി ശ്വാസ ആൻഡ് കാസ, ഹു ഹാഡ് അണ്ടർഗോൺ പ്യൂരിഫിക്കേഷൻ തെറാപ്പി, എനിമ, ശുദ്ധാനം ദത്തവസ്തീന. അടുത്ത അൺസ്യൂട്ടബിൾ സീസൺസ് എക്സെപ്റ്റ് ഇൻ എമർജൻസി കണ്ടീഷൻസ്. പ്രത്യേകിച്ചും അൺസ്യൂട്ടബിൾ സീസൺ എന്ന് പറയുന്നത് ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ആ ഒരു കണ്ടീഷൻസിൽ എമർജൻസി സിറ്റുവേഷൻ ഇല്ല എങ്കിൽ ചെയ്യരുത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള സീസൺസിലും ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് അനുതൈലത്തിൻ്റെ യോഗം പഠിക്കാം. ഇത് ഞങ്ങൾ പാട്ടായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കുറേ മുമ്പുള്ള സീനിയേഴ്സ് കമ്പോസ് ചെയ്തതാണ്. ജീവന്തി ജലദേവദാരു ജലദാ തുക്സേവ്യ ഗോപീഹിമം ദാർവിതുക് മധുക പ്ലവാകരുവരി പുണ്ട്രാഹുവില്ലോൽപലം ധാവന്യസുരഭിം സ്ഥിരേ ക്രമീഹാരം പത്രം ത്രുടീം രേണുകാ കിഞ്ചൽക്കം കമല ബലാം ശതകോടി ദിവ്യാംഭസേ ക്വാധയേ തൈലാന്ദ്രസം ദശഗുണം പരിശിഷ്യതേന തൈലം പചേത സലീലേന ദശൈവ വാരാൻ പാഗേ ക്ഷിപേച്ച ദശമി സമമാജദുക്തം നസ്യം മഹാഗുണമോഷിന്ദേ അണുതൈലമേത. അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനമാണ് ഇതിൻ്റെ റെഫറൻസ്. ഇതിലെടുത്തിട്ടുള്ള ഡ്രഗ്സ് ജീവന്തി. ജീവന്തി എന്നത് അടപതിയൻ, ജല ഇരുവേലി, ദേവദാരു ദേവതാരം, ജലത മുസ്ത മുത്തങ്ങ, തൊക്ക് ഇലവങ്കം, സേവ്യം രാമച്ചം, ഗോപി നറുനീണ്ടി, ഹിമം ചന്ദനം, ദാർവിത്തൊക് മരമഞ്ഞൾ തുലി, മധുകം ഇരട്ടിമധുരം, പ്ലവ എന്നത് ഒരു മുസ്തയുടെ ഒരു വെറൈറ്റിയാണ്, അഗുരു അകില്, വരി ശതാവരി, പുണ്ട്രാഹും കരിമ്പ്, വില്വ കൂവളം, ഉത്പലം ആമ്പല്. 2 ടൈപ്സ് ഓഫ് ധാവന്യ എന്നത് ചുണ്ടയുടെ വെറൈറ്റീസാണ്.
then സുരഭി, ചിറ്റീന്തൽ, 2 types of സ്ഥിര, ഊരില, മൂവില, കൃമിഹരം, വിടങ്കം, വിഴാലരി, പത്രം, പച്ചില, ത്രുടി, ഏലത്തരി, രേണുക, ഇതൊരു മുളകിൻ്റെ വെറൈറ്റിയാണ്. ദെൻ ഫിലമെൻസ് ഓഫ് കമലം എന്ന് പറയുന്നത് താമരയല്ലി, ബല, കുറുന്തോട്ടി. ഈ മെഡിസിൻസിന് നമ്മൾ ക്ലീൻ ചെയ്ത് ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിനെ 100 parts റെയിൻ വാട്ടറിൽ കുക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ 10 parts ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ഈ 10 parts ഓരോ പാർട്ടായിട്ട് നമ്മൾ തൈലത്തോട് ചേർത്ത് കുക്ക് ചെയ്യുക. അങ്ങനെ അവസാനത്തെ പ്രാവശ്യം തൈലം കുക്ക് ചെയ്യുമ്പോൾ അതിൽ ഗോഡ്സ് മിൽക്ക് കൂടെ ആഡ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നസ്യം മഹാഗുണമുഷ്യന്തി അണുതൈലം എന്നത് നസ്യത്തിന് വളരെയധികം ഉത്തമമാണ്. ഈ ഒരു അണുതൈലം എന്നത് ഒത്തിരി ഗുണമുള്ളതാണ് അണുതൈലം. എല്ലാ ടോപ്പിക്സും ഇതിൽ കവർ ചെയ്തിട്ടില്ല. ഇനിയും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.